ഹായ് വെൽക്കം ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന LDC LGS എക്സാമിനേഷൻ ആണ്. വരാൻ പോകുന്നതേ ഉള്ളൂ. ജൂലൈ 3rd വീക്കിലാണ്, തേർഡ് ഓർ ഫോർത്ത് വീക്കിലാണ് LDCയുടെ ട്രിവാൻഡ്രം ആദ്യഘട്ട എക്സാം നടക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് സമയമുണ്ട്. സോ ഞാനിവിടെ ചെയ്യുന്നത് 150 ടോപ്പിക്സിൻ്റെ ഒരു സീരീസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വേറൊന്നുമല്ല, നിങ്ങൾക്കറിയാം ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പിൽ നമ്മൾ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ പിള്ളേർ പേയ്മെന്റ് അടച്ച് ജോയിൻ ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നത്. എങ്കിലും സമയമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് എടുത്തു തരാം. എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെയുള്ളവരെ മാനിച്ചുകൊണ്ടും പൈസ അടച്ചൊരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അറിയാവുന്നത് കൊണ്ടുമാണ് നമ്മൾ യൂട്യൂബിൽ ഫ്രീ ക്ലാസ് തരുന്നത്. സോ ഇപ്പോൾ നമ്മുടെ LDCയുടെ റിവിഷൻ കോഴ്സ് ആണെങ്കിൽ ഏറ്റവും തുച്ഛമായ നിരക്കിലാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ എൻക്വയറി ചെയ്താൽ അറിയാം, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഏറ്റവും തുച്ഛമായ രീതിയിൽ കൊടുക്കുന്ന ഒരു ആപ്പായിരിക്കും ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ആപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 150 ടോപ്പിക്സിൻ്റെ സീരീസ് അല്ല ഇവിടെ ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസിൽ നമ്മളിപ്പോൾ ഒരു +2 ലെവൽ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ 10 ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് കടക്കാം. സോ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതി FPTP സമ്പ്രദായം, ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം, സെക്കൻഡ് ബാലറ്റ് സിസ്റ്റം ഇവയൊന്നുമല്ല. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിൽ കാണുന്നത് കേട്ടോ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടത്താൻ ഉപയോഗിക്കുന്ന രീതിയാണ് FPTP സമ്പ്രദായം. ഈ FPTP സമ്പ്രദായം നമ്മുടെ +1 +2 പുസ്തകത്തിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. സമയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല എടുത്തു തരാമെന്ന്. സമയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ GV മൗലങ്കർ, ഫസൽ അലി, സുകുമാർ സെൻ, പോറ്റി ശ്രീരാമലു. ഇത് ഒരുപാട് തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൊണ്ട് അറിയാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിലവില് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എന്നുള്ളത് കമന്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ മതി, നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, എന്നിട്ട് ആരാന്ന് ഇടുക. അപ്പം അതിട്ടേക്ക് കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ആണ്. നിലവിൽ ആരാണെന്നുള്ളത് നിങ്ങൾ പറയുക. നെക്സ്റ്റ്, 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന ഏത്? MKSS, NBA, ചിപ്കോ പ്രസ്ഥാനം, ദളിത് പാന്തേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഒരുപാട് തവണ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്ന സംഘടനയാണ് വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, അതിന്റെ ഒരു അബ്രീവിയേറ്റഡ് ഫോം ഇവിടെ തന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഓർത്ത് വെക്കുക, MKSS ആണ് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടന. അടുത്ത ക്വസ്റ്റ്യൻ, മിസോ നാഷണൽ ഫ്രണ്ട് അല്ലെങ്കിൽ MNFന്റെ സ്ഥാപകൻ PA സാക്മ, ചോഗ്യൽ, അങ്കമി സാഫു ഫിസോ, ലാൽ ഡെങ്കെ. ഈ മിസോ നാഷണൽ ഫ്രണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? മിസോ നാഷണൽ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മിസോറാമിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ്. ഓക്കെ, മിസോറാമിലെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ഏത്? മിസോ നാഷണൽ ഫ്രണ്ട്. ഈ മിസോ നാഷണൽ ഫ്രണ്ട് രൂപീകരിച്ചത് ലാൽ ഡെങ്കയാണ് കേട്ടോ. ലാൽ ഡെങ്കയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നത്. ഒരുപക്ഷെ ഞാൻ കാണാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആളാണ്. നെക്സ്റ്റ്, ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? പുതിയ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുക, പുനരുപയോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, വൈദ്യുതി മോഷണത്തിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. ഇവയൊന്നുമല്ല. ഏത് ലക്ഷ്യം കൈവരിക്കാനാണ് 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യമിട്ടത്? ഏതാണ്? യോഗ്യമായ ഊർജത്തിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു 2003 വൈദ്യുതി നിയമം പ്രധാനമായും ലക്ഷ്യം ഇട്ടത്. നെക്സ്റ്റ്, കേശവാനന്ദ ഭാരതി കേസിൽ ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ട തത്വങ്ങൾ ഏവ? ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്,
ഒന്നും രണ്ടും ശരിയാണ്, 3 മാത്രം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്, മേൽപ്പറഞ്ഞവ എല്ലാം ശരിയാണ്. അപ്പൊ കേശവാനന്ദ ഭാരതി കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും കോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്ത്. കേശവാനന്ദ ഭാരതി കേസില് ചില തത്വങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അങ്ങനെയുള്ള തത്വങ്ങളാണ് ഏത്? ജനാധിപത്യം, മതേതരത്വം, റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ്. തന്നിരിക്കുന്ന 3 തത്വങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളായി സുപ്രീം കോടതി വിധിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി, മേൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് വരുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. മൗലിക അവകാശ സംരക്ഷണത്തിനായി റിട്ടുകൾ പുറപ്പെടുവിക്കാൻ ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226, ആർട്ടിക്കിൾ 19 ആൻഡ് ആർട്ടിക്കിൾ 44. ഇത് ഒരുപാട് തവണ PSC നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാനുള്ള അധികാരം നൽകുന്ന അനുച്ഛേദം ഏത് എന്ന് നിങ്ങൾ പലതവണ പഠിച്ചിട്ടുണ്ടാവും. ഏതാണ്? അനുച്ഛേദം 226 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. സുപ്രീം കോടതിക്ക് മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? കമന്റ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടന അനുച്ഛേദം ഏത്? 19, 356, 32, 14. ഇതും ഒരുപാട് തവണ PSC നമ്മളോട് ചോദിച്ചതാണ്. നിങ്ങൾക്കറിയാം ആർട്ടിക്കിൾ 32 അല്ലെങ്കിൽ അനുച്ഛേദം 32നെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 19. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങൾ ഏവ? വിദ്യാഭ്യാസം, ജയിൽ, വനം, ബാങ്കിങ്. ഓപ്ഷൻ എ 1, 2, 3, ഓപ്ഷൻ ബി 2, 3, 4, ഓപ്ഷൻ സി 1, 3 ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. 3 ലിസ്റ്റ് ആണുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന താഴെ പറയുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളാണ്. നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസം എന്താണ്? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയമാണ്. അതുപോലെ തന്നെ എന്താണ്? ഫോറസ്റ്റ് അല്ലെ, വനം, അതെന്താണ്? അത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയമാണ്. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് എന്ത്? ശരിയായ ഉത്തരം. 20. 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി. ഇതും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. PK തുങ്കൻ കമ്മിറ്റി, ബൽവന്ത റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, സർക്കാരിയ കമ്മിറ്റി. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ് കേട്ടോ. അപ്പൊ 1989 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന സാധുത നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഠിച്ചു വെക്കുക, PK തുങ്കൻ കമ്മിറ്റി. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു. വളരെ സിമ്പിൾ ആണ്. ഓൾറെഡി ഇപ്പൊ നിങ്ങൾക്ക് 10ൽ 10ഉം ഇപ്പൊ ഈ ചെയ്ത 10 ക്വസ്റ്റ്യനിലെ 10ൽ 10 മാർക്കും കിട്ടിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഞാൻ അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞായിരുന്നു റിട്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ അതൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അതറിയത്തില്ലാത്തവർക്കും വലിയ ഉപകാരമായിരിക്കും. സോ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. അടുത്ത ക്ലാസ് 3 മണിക്ക് ഉണ്ടാവും. സോ 3 മണിക്ക് നിങ്ങൾ ലെറ്റ്യൂസ് എഡ്യൂടിപ്സിന്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്താൽ 3 o'clock നിങ്ങൾക്ക് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. 150 ടോപ്പിക്സിന്റെ സീരീസ് ആണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ടൈമിൽ. അപ്പോൾ നമുക്ക് 3 o'clock കാണാം. താങ്ക്